ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. ഉപ്പുമാവ്, കൊഴുക്കട്ട, ഇഡ്ഡലി, അവില്, ഗോതമ്പ് ദോശ ഇതൊക്കെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല മൊരിഞ്ഞ ദോശ വിത്ത് വെറൈറ്റി ഓഫ് സംബന്ധികള്, പുട്ട്, നൂൽപുട്ട്, ചപ്പാത്തി, അപ്പം പോലുള്ള സാധനങ്ങൾ വിത്ത് കടലക്കറി, ചെറുപയർ കറി, മുട്ടക്കറി. ഇത് മാത്രമേ ചങ്കുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പ്രതിഭാസം എന്താന്ന് വെച്ചാൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റിയ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നാളെ ഉണ്ടാക്കാന്നാണ്. ഈ മാറ്റത്തെയാണ് തള്ള വൈബ് എന്നൊക്കെ പറയുന്നത് വെച്ചെങ്കിൽ ഞാൻ ആ വൈബിന്റെ ഉച്ചിയിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ചില തിരിച്ചറിവ് കൂടി ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് പനി വരുന്നതോ മറ്റ് വയ്യായിക വരുന്നതോ ഞങ്ങളുടെ അടുക്കളയോ ഡൈനിങ് ടേബിളോ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ മക്കളാന്ന് വെച്ചാൽ ഇത് തീരെ അറിഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അമ്മമാരുടെ ത്യാഗമുഖങ്ങൾ കാണാൻ പറ്റുമോ? അതെനിക്കറിയില്ല. പക്ഷെ മാതൃത്വത്തിന്റെ ത്യാഗങ്ങളെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു വാദവും ഇപ്പൊ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത്ര പെരുത്ത ആശയങ്ങളൊക്കെ ചിന്തിക്കുകയും പറയും വേണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായി നമുക്ക് വേണ്ടി ഇന്നും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കാൻ ഈ ലോകത്ത് അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ വന്നവരും നിന്നവരും പകുതിക്ക് വെച്ച് പോയവരൊന്നും ഇതിന്റെ അയലത്തെത്തില്ല. അപ്പൊ പിന്നെ ചില തിരിച്ചറിവുകളും മനസ്സിലാക്കലുകളും ഒക്കെ നല്ലതല്ലേ. അതിനിപ്പോ തള്ള വൈബും തന്ത വൈബും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ വൈബും കുറച്ച് ഓക്കെ അല്ലേ.